ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിഷ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു അത്ഭുതകരമായ ഒരു രഹസ്യം പങ്കുവെക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ലോകത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയം മാത്രം മതി. അതെ, നിങ്ങളുടെ ഉറക്കം. ഓരോ രാത്രിയിലും നിങ്ങളുടെ ശരീരവും മനസ്സും വിശ്രമിക്കുന്ന ആ സമയം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തമായ അവസരമാണ്. ഇത് എത്ര ലളിതവും എന്നാൽ ഫലപ്രദവുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒന്നിനും സമയം കിട്ടാതെ ഓടി നടക്കുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം അറിയാതെ പോരുത്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ തലച്ചോറിനെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് സമ്പൽ സമൃദ്ധിയിലേക്ക് ആകർഷിക്കാൻ. നിങ്ങൾ എന്നെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ വിദ്യ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് വളരെ ലളിതമാണ്, എന്നാൽ അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ ഇതിന് നൽകാൻ കഴിയും. എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നവരല്ലേ? അപ്പോൾ ഈ സമയത്തെ നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ. എങ്ങനെയാണിത് ചെയ്യുന്നതെന്നും ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്ന് പരീക്ഷ തുടങ്ങാം കേട്ടോ. നിങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മൾ ഉറങ്ങുമ്പോൾ എല്ലാം ശാന്തമായി, എല്ലാം നിശ്ചലമായി കിടക്കുകയാണെന്നാണ് നമ്മളിൽ പലരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. അതായത് അന്നത്തെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും അവയെല്ലാം ഓർമ്മകളാക്കി മാറ്റുകയും ചെയ്യും. നമ്മുടെ ഓർമ്മകളെ കൂടുതൽ ദൃഢമാക്കുകയും നമ്മുടെ അനുഭവങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഈ സമയത്താണ്. ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സ് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ തലച്ചോറിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ ദിവസത്തിലെ സന്തോഷങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും എല്ലാം അത് സ്വയം വിശകലനം ചെയ്യും. ഇതുകൂടാതെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് സ്ട്രെസ് നിറഞ്ഞ സംഭവങ്ങളൊക്കെ റീപ്രോസസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഉറക്കത്തിൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ കണക്ഷനുകൾ കൂടുതൽ ശക്തമാവുകയും പുതിയ അറിവുകളെ പഴയ അറിവുകളിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും. അതായത് പുതിയ അറിവുകളെ നമ്മുടെ നിലവിലുള്ള അറിവുകളുമായിട്ട് ബന്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഉറക്കം നമുക്ക് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. നമ്മുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തിപ്പെടുത്തുന്നതും ഈ ഉറങ്ങുന്ന സമയത്താണ്. ഇത് നിങ്ങൾക്കറിയാമോ? നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ നന്നായിട്ട് ഉറങ്ങാൻ പറയാറില്ലേ? അതിന് കാരണം ഇതാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരൊറ്റ വാചകം മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ വിശദമായിട്ട് പറയാം. ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി നിങ്ങളുടെ മനസ്സിനോട് ഒരു പുതിയ ന്യൂറൽ കണക്ഷൻ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാലക്രമേണ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ സത്യമായി അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരികയും ചെയ്യും. ദയവായി ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ 9 തവണ ആവർത്തിക്കുക. അത്രേ ഉള്ളൂ, 9 തവണ. ഇത് നിങ്ങൾക്ക് ഉറക്കെ പറയാം അല്ലെങ്കിൽ മനസ്സിൽ പറയാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. ഏത് അഫർമേഷനാണ് പറയേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. കാരണം മാനിഫെസ്റ്റേഷൻ എന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ അഫർമേഷനാണ്: ഞാനൊരു കാന്തം പോലെയാണ്. അതിശയകരമായ അവസരങ്ങളും വരുമാനങ്ങളും എന്നിലേക്ക് അനായാസം ഒഴുകിയെത്തുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു നീണ്ട വാചകമാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമാണ്. ഒന്നുകൂടി പറയാം: ഞാൻ ഒരു കാന്തം പോലെയാണ്. അതിശയകരമായ അവസരങ്ങളും വരുമാനങ്ങളും എന്നിലേക്ക് അനായാസം ഒഴുകിയെത്തുന്നു. ഇനി രണ്ടാമത്തേത്: മാജിക്കും അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളാണ്.
ഒന്നുകൂടി പറയാം, മാജിക്കും അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഒരു അഫർമേഷൻ ഒരാഴ്ച ഉപയോഗിക്കാം, അടുത്ത ആഴ്ച മറ്റേത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം തുടർന്ന് ഉപയോഗിക്കാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കരുത്. സാധാരണ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല. ഈ 9 തവണ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റു ചിന്തകൾ പോലെ വളരെ നാച്ചുറൽ ആയിട്ട് വേണം പറയാൻ. ഉദാഹരണത്തിന്, നാളെ എനിക്കിത് ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കാറില്ലേ? അതുപോലെ സാധാരണ ഒരു കാര്യമായിട്ട് വേണം ഈ അഫർമേഷൻ പറയാൻ. കാരണം ഇത് സ്വാഭാവികമായി യാതൊരു റെസിസ്റ്റൻസും ഇല്ലാതെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ വേഗത്തിൽ അത് സ്വീകരിക്കും. ഇത് നമ്മളെ നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മനസ്സിന് തോന്നരുത്. ഈ ടെക്നിക്ക് എളുപ്പത്തിലും സ്വാഭാവികമായും ചെയ്യുമ്പോൾ വേഗത്തിൽ വർക്ക് ചെയ്യും. അതായത് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊന്നും സത്യമല്ല എന്ന് തിരിച്ച് മറുപടി വരാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി തരാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ കാര്യത്തെ ഒരു പുതിയ ചിന്തയായിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒന്നായോ കാണില്ല. അതുകൊണ്ടാണ് യാതൊരു എതിർപ്പുമില്ലാതെ നിങ്ങളുടെ മനസ്സ് ഈ കാര്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിന് ഇതിനെ ഒരു സാധാരണ ചിന്തയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് എതിർപ്പ് കാണിക്കാറുണ്ട്. അത് ശരിയല്ല, നിങ്ങൾക്കതിന് കഴിയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ അഫർമേഷൻ 9 തവണ പറയുക. ഇതിന് വർക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക. എന്നിട്ട് അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഉണരുമ്പോൾ ഈ വിദ്യയുടെ ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, അടുത്ത ദിവസം നിങ്ങൾക്ക് നല്ല ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ കുറച്ച് പണം നിങ്ങൾക്ക് തിരികെ കിട്ടിയോ? അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു പഴയ സുഹൃത്തിനെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടിയോ? അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ ഒരാൾ നിങ്ങളെ ക്ഷണിച്ചോ? ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. നന്ദിയുള്ളവരായിട്ടിരിക്കുക. നിങ്ങൾ എന്തിനാണോ ശ്രദ്ധ കൊടുക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെയാണിതും. നമ്മൾ എന്തിലാണ് ശ്രദ്ധിക്കുന്നത് അത് കൂടുതൽ വലുതാവും. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് വളർന്നു വരും. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്